One eternity later. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട് ഗായ്സ്. അതൊരു പുതിയ ഗെയിമായിട്ട് ഗായ്സ്. ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് സ്കൂൾ ബോയ് റണ്ണവേ. ഓക്കെ, ഇതൊരു സെറ്റ് ഗെയിമാണ് ഗായ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീട്ടിലെ ഒരു ചെറുക്കനാണ് ഇവൻ. അവൻ്റെ പേരൻസ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റാണ്. അവന് എപ്പോഴും 24 മണിക്കൂറും പഠിത്തം അങ്ങനെയാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ് ഗായ്സ്. അവന് ഇത് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് പറഞ്ഞ് അതിനാണ് എന്നെ വഴക്ക് പറഞ്ഞു. ഫുള്ള് പഠിക്കാനുള്ള ഇതിലാക്കി. അങ്ങനെ അവനെ എങ്ങനെയും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഒരു എസ്കേപ്പ് ഗെയിമാണിത്. നമുക്ക് നോക്കാം. നമ്മളത്ര പുലിയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, നീ ഇവിടെ തന്നെ കാണണം, പഠിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പുറത്ത് പോയിരുന്ന പാവം ചെറുക്കൻ. എന്തായാലും നമുക്ക് കളിക്കാൻ ഗൈസ്. ഈ ഒരു ഗെയിം ഫോണിൽ നമ്മുടെ മൊബൈലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയി ചാടണം ഗൈസ്. എന്തായാലും നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. എന്തായാലും ഇവിടെ നമുക്കൊരു PC ഉണ്ട് കേട്ടോ. നമ്മളെന്തോ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് അവിടെ. നമുക്ക് എല്ലായിടത്തും നോക്കാം. എന്തേലും നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. എന്തായാലും അറിയാമല്ലോ, എസ്കേപ്പ് ബാങ്ക് അറിയാമല്ലോ. അങ്ങനത്തെയാണ് ഗ്രാനി പോലെയൊക്കെ ആണെന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ചാർജർ നമുക്ക് കിട്ടി ഗൈസ്. അതുകൊണ്ട് എന്തോ എസ്കേപ്പ് ആവാൻ ഇവിടെയൊക്കെ നോക്കാം. എന്താ അടയാത്ത? ഓക്കെ, എല്ലായിടത്തൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നും എടുക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ല ഗൈസ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ബുക്ക് ഓക്കെ, നമ്മുടെ അച്ഛൻ എന്താണ് അവിടെ കിടന്ന് പറയുന്നുണ്ട്. എല്ലാ മണ്ടന്മാരാ. ഇതെന്താണിത്? ഓക്കെ, പിന്നെ ഇവിടെ റുബിക്സ് ക്യൂബ് ഉണ്ട്. നമ്മുടെ PC എല്ലാം ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? തുറക്കൊക്കെ എന്താ? ഇതിനകത്തൊരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ. ഉടുപ്പല്ല, ജാക്കറ്റ്. എന്തായാലും നമുക്കിനി പുറത്ത് പോകണം ഗൈസ്. എന്തായാലും ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, നമുക്ക് ഡോറും തുറന്ന് പുറത്തിറങ്ങി നോക്കാം. ആരെങ്കിലും കാണുമെന്തോ. ഓക്കെ, ഡോറാടാ. ഇത് വേണ്ട. ഓക്കെ, നമ്മൾ പയ്യെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. തുറക്കമൊക്കെ ഉണ്ടോ? ഇല്ലെന്നോ ഗൈസ്. ഇടയ്ക്ക് വെച്ച് എന്തോ പിടിച്ച് ഞാൻ കേട്ട് അകത്തോട്ട് കയറിപ്പോയി ഗൈസ്. ഇവിടെ ഡോറ് തുറന്ന് വെച്ചിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്നും കാണത്തില്ല. എന്തിനാ ബാത്റൂമിനകത്ത് എന്തോ ഇരിക്കുന്നു എസ്കേപ്പ് ആവാൻ. ഓക്കെ, എനിക്ക് എന്തോ ചെയ്യേണ്ടത്. അങ്ങൊരു ഡോറാണ്. നമുക്ക് എന്തായാലും അത് തുറന്ന് നോക്കാം. എന്തായാലും തുറന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതെന്താണ്? ഓക്കെ, അവിടെ നമ്മുടെ അച്ഛനോട് ഇരിപ്പുണ്ട്. ആ സീനിലെന്ന് തോന്നുന്നു. അങ്ങേരെ അവിടെ നേരെ നോക്കിയിരിക്കുക. ഡോർ അവിടെ നിൽക്കി. ഓക്കെ, അങ്ങേരെ ഇവിടെ എന്താ ക്രിക്കറ്റോ ഫുട്ബോളോ ഗോൾഫോ അതാണ്ട് കാണോ? ഒന്നും മിണ്ടാവില്ലേ എന്ന്. ക്രിക്കറ്റും ഫുട്ബോളും കണ്ടാൽ പോരെ, കിടന്ന് അടിക്കുന്ന എന്തിനാ? ഓക്കെ, നമ്മളങ്ങനെ അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ ലൈറ്റിന് സ്വിച്ച് അവിടെ സ്വിച്ച് ഉണ്ട്. നമുക്ക് എന്തായാലും ഡോറ് ഫസ്റ്റ് അടയ്ക്കാം, എന്നിട്ട് നമുക്ക് സ്വിച്ച് ഇടാം. അല്ലെങ്കിൽ അങ്ങനെ കണ്ട ഓക്കെ, സ്വിച്ച് സ്വിച്ച്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ അങ്ങയുടെ റൂമാന്ന് തോന്നുന്നു. നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ റൂമാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാൻ കഴിച്ചു ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഇതിലൊക്കെ കയറി നമുക്ക് ഹൈഡായിട്ടിരിക്കാൻ തോന്നുന്നു. നമ്മുടെ അലമാരിയിലകത്ത് കയറി ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ടൊന്നും കാണുന്നില്ല ഗൈസ്. ഇതിനകത്തൊന്നുമില്ല. ഇനി എന്തായാലും ഗൈസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാം ഗൈസ്. എസ്കേപ്പ് ആവാൻ നമുക്ക് ആവശ്യം വരും. ഇതെന്താണ്? ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട് നമ്മുടെ. എന്തോ ഇടയ്ക്കൊക്കെ എന്തോ സൗണ്ട് കേൾക്കുന്നത് ഗൈസ്. ഇതിനകത്ത് എന്തുകൊണ്ട് കിടക്കുന്നുണ്ട്, പക്ഷെ എടുക്കാൻ നോക്കുന്നില്ല അതൊന്നും. ഓക്കെ, എന്തായാലും നമ്മൾ സെറ്റാക്കണം ഗൈസ്. ഇതെങ്ങനെ എസ്കേപ്പ് ആവുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എന്തായാലും ഇവിടെ ഇത് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുക, എടുക്കുക നോക്കൂ. ബുക്ക് ഇതെന്താണിത്? ഒരു ഓക്കെ, എനിക്ക് മനസ്സിലായി. അതിനകത്തൊരു താക്കോലുണ്ട് ഗൈസ്. ഈ താക്കോല് നമ്മൾ എടുക്കണം. ഓക്കെ, നമ്മൾ നൈസായിട്ട് മുഞ്ചിയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വരും. നമ്മൾ എവിടെയെങ്കിലും കയറി വിളിച്ചിരുന്നില്ലെങ്കിൽ നൈസായിട്ട് 3G ആവും. കയറി ഇവർ പറഞ്ഞിപ്പോൾ ഞാൻ ഡോർ ചെയ്ത് അടയ്ക്കാൻ മറന്നു. അതാണ് ഇപ്പം ഇങ്ങോട്ട് വരും അങ്ങേര്. തുറക്കടാ. അയ്യോ, പെട്ട് അങ്ങേരത് വരാത്ത ഡോറാ. അയ്യോ എനിക്ക് പേടിയാന്ന്. കയറാ. ഇത് കയറാ. എൻ്റെ അമ്മോ, അങ്ങനെ എന്തായാലും ഇപ്പം വരും. അവിടെ ഇറങ്ങണം. വന്ന് നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അച്ഛനോട് വന്നെന്ന് തോന്നുന്നു.
ഓക്കെ നമുക്കൊരു കീ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതെന്തിനാന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തിനേലും നമുക്ക് ഉപകാരപ്പെടുമായിരിക്കും ഗൈസ് കീ ഒക്കെ എടുത്ത്. എന്തായാലും പോയി കാണുമെന്തോ. സിറ്റിംഗ് ഇൻ ദ ക്ലോസറ്റ്. ആ നൈസ് കൊള്ളാം. ഐ വിൽ ഗോ ചെക്ക് ദ ഫോൺ. ഓക്കെ അങ്ങനെ ഫോൺ നോക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇനി പുറത്തിറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ലായിരിക്കും. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. ഓ ഇത്രയും മണ്ടടാ. ഇപ്പം നൈസ് മംബ്ലിങ്. അതെന്ത് മംബ്ലിങ്? ഓ അങ്ങനെ മൊബൈലിൽ നോക്കുന്ന ചാറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഓക്കെ എന്തായാലും നമുക്കിനി അങ്ങനെ പോകുമ്പോൾ എടുക്കാം. ആ മംബ്ലിങ്. നൈസ് അച്ഛാ. സോറി അച്ഛാ, ഞാൻ പഠിച്ചോളാം. എന്നെ അടിക്കല്ലേ, എന്നെ പിടിക്കല്ലേ. സോറി. Come on, run 3 laps around the house. പിന്നെന്താ? ഓക്കെ 3 റൗണ്ട് ഓടാനാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഇതാണ് ചെയ്യാം ഗൈസ്. എന്താ അവിടെ ഒരു ലാഡറൊക്കെ ഉണ്ട്. ലുക്ക് അറ്റ് യു ലേസി ബോൺസ്. നമ്മളെ മടിയനാണെന്ന് പറഞ്ഞു. ഓക്കെ നമ്മുടെ അമ്മ അവിടെ ഉണ്ട്. ഇതാണ് തോന്നുന്നു കിച്ചൺ ഗൈസ്. നമ്മളെല്ലാം നോക്കി പോവാം. ഇവിടെ കുറേ സ്ഥലമുണ്ട്, നമുക്ക് വേണ്ട ആവശ്യം വരും. എന്തായാലും ഇവിടെ എന്താണ് ഒരു കാറുണ്ട്. ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാക്കൂ. അച്ഛൻ്റെ കാറാന്ന് തോന്നുന്നു. ചോദിക്കാം. കമോൺ ഫാസ്റ്റ്. ഓക്കെ എന്തായാലും നോക്കാം. ഈ ലാഡർ ഇനി ഇതിനകത്ത് ഇനി വെക്കണം ഗൈസ്. ഇനി പലക വെക്കണമെന്ന് തോന്നുന്നു. അതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല. അത് ഫില്ല് ചെയ്ത് നമ്മൾ മണ്ടലോട്ട് കയറണം ഗൈസ്. സിമ്പിളല്ലേ ഇത് ഫില്ല് ചെയ്താൽ പോരെ. അത് ഫില്ല് ചെയ്യാനുള്ള സാധനം കിട്ടണം, അതാണ് പാട് ഗൈസ്. എന്തായാലും ഓടിത്തിരിഞ്ഞ് പോവാം ഗൈസ്. ഇതിനെ വിചാരിച്ചണക്കല്ല ഗൈസ്, നല്ല പാടാണ്. ഗ്രാനിയൊക്കെ എളുപ്പമായിരിക്കും. അല്ല എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഗ്രാനി പോലും ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് വേറെ കാര്യം. ഓക്കെ കാറ്. നമ്മുടെ അച്ഛൻ ഇവിടെ പോയി. ഇങ്ങനെ ഇവിടെ പോയി ഇത്ര നേരമായിട്ട്. ലാസ്റ്റിലാ കള്ളൻ. നിങ്ങൾക്ക് അകത്തൊന്നും പോയി പിടിക്കാകത്തില്ല, പുറത്ത് തന്നെ പോയി പിടിക്കണം. അത് ഞാൻ പോകുന്നിടത്ത്. ഇതൊക്കെ എന്ത് അച്ഛനാണ് ഇവനൊക്കെ. ഇത് ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഓടി ഫിനിഷ് ആക്കാം ഗൈസ്. ഓക്കെ അങ്ങനെ നമ്മളങ്ങനെ റൂമിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഫുള്ളും കളിക്കാം ഗൈസ്. എന്തായാലും ഇന്ന് ഒരുപാട് ലെങ്ത് ആയിരുന്നു തോന്നുന്നു വീഡിയോ. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ കളിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം ഗൈസ്. എന്തായാലും നമ്മൾ കുറച്ചുകൂടെ കളി പഠിച്ചിട്ട് വരാം ഗൈസ് അടുത്ത എപ്പിസോഡിൽ. എന്തായാലും നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം.